ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗമനകാലത്തിലെ രണ്ടാം ഞായർ വഴിയൊരുക്കുക എന്ന സന്ദേശമാണ് ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. കർത്താവിന് വേണ്ടി നമ്മൾ വഴിയൊരുക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുടുംബ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ ലോകത്തിലേക്ക് വഴിയൊരുക്കുക. ദൈവജനത്തിന്, ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ദൈവജനത്തിന് തിരികെ വാഗ്ദത്ത ഭൂമിയിലേക്ക് വഴിയൊരുക്കുക. നമ്മുടെ ലോകത്തിന് ദൈവരാജ്യത്തിലേക്ക് വഴി ഒരുക്കുക. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, വഴി തുറക്കാൻ, ദൈവത്തിന് വേണ്ടി വഴി തെളിക്കാൻ ഉള്ള വലിയ ആഹ്വാനമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് തരിക. ഒന്നാമത്തെ വായനയിൽ പറയുകയാണ്, കുന്നുകൾ നികത്തണം, താഴ്വരകൾ നികത്തപ്പെടണം, ആ രീതിയിൽ നേർ വഴി ഉണ്ടാകണം. ഇന്നത്തെ സുവിശേഷത്തിലാണെങ്കിൽ വീണ്ടും പറയുകയാണ്, പരിവരുത്തതെല്ലാം മൃദുവാക്കണം, വളഞ്ഞതിനെല്ലാം നേരെയാക്കണം. അങ്ങനെ ആ രീതിയിൽ ആ പ്രപഞ്ചത്തിലല്ല, അതിനേക്കാളും കൂടുതൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്കാണ്, നമ്മുടെ ഹൃദയത്തിലാണ് ആ വഴി ഒരുക്കപ്പെടേണ്ടത്. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നമ്മൾ വഴി ഒരുക്കണം. ആഗമനകാലം അതല്ലേ നമ്മൾ ഓർമ്മപ്പെടുത്തുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കിയ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് വിശുദ്ധ സ്നാപക യോഹന്നാനും പരിശുദ്ധ കന്യകാമറിയവും. ഈ വർഷം പ്രിയപ്പെട്ടവരെ, ഈ ആഗമനകാലത്തിലെ ഈ രണ്ടാം ഞായറിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാനാണ്. കർത്താവിന് വേണ്ടി ജനത്തെ സജ്ജമാക്കിയ, കർത്താവിൻ്റെ പക്കലേക്ക് കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യരെ വഴി നടത്തിയ വിശുദ്ധ സ്നാപക യോഹന്നാൻ. എന്നാൽ ഇന്നത്തെ തിരുനാൾ ഡിസംബർ 8 അമലോത്ഭവ തിരുനാളാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി, രക്ഷകൻ്റെ വരവിന് വേണ്ടി പാപത്തെ ഹനിക്കാൻ കടന്നു വന്ന ആ രക്ഷകൻ്റെ വരവിന് വേണ്ടി ദൈവം നടത്തിയ ഒരുക്കത്തിൻ്റെ പ്രത്യേകമായ തുടക്കമാണ് പ്രിയപ്പെട്ടവരെ ഈ അമലോത്ഭവ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളെ, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കടന്നു വന്നവൻ, പാപരഹിതയായ, ഉത്ഭവം മുതലേ പാപരഹിതയായ കന്യകാമറിയത്തിൽ നിന്ന് ജാതനായി. അതാണ് നമ്മുടെ വിശ്വാസം. അതിനുവേണ്ടി ഈശോ സാധിച്ച രക്ഷ ഒരു വിധത്തിൽ ഒരു മുൻ ആസ്വാദനമായി മാതാവിന് നൽകിക്കൊണ്ടാണ് മാതാവ് ഗർഭം ധരിക്കപ്പെട്ടപ്പോഴേ പ്രിയപ്പെട്ടവരെ അവളെ പാപരഹിതയാക്കി മാറ്റിയത്. കർത്താവിന് നമ്മൾ ഈ ആഗമനകാലത്തിൽ 2-3 ഞായറുകളിൽ നമ്മൾ കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനെയാണ് കാണുക. 4-മത്തെ ഞായറാഴ്ചയോ നമ്മൾ കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയ, കർത്താവിന് വേണ്ടി തന്നെ സജ്ജയാക്കിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാര്യമാണ് നമ്മൾ ധ്യാനിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ നോക്കുക, ഒന്നാമത്തെ വായന ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ബാറൂക്ക് ജെറമ്യ പ്രവാചകൻ്റെ ഒരു ശിഷ്യനായിരുന്നു. ബാബിലോൺ പ്രവാസകാലം ഒരു വിധത്തിൽ അവസാനിക്കാറായപ്പോഴാണ് ഈ വാഗ്ദാനം ഈ പ്രവാചകനിലൂടെ വരിക. ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഞാൻ വീണ്ടു തരും എന്ന് പറഞ്ഞുള്ള വലിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൻ്റെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. വാഗ്ദാനത്തിൻ്റെ സാക്ഷാത്കാരമാണല്ലോ പുതിയ നിയമം. പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരമാണ് പുതിയ നിയമമെങ്കിൽ, പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നാപക യോഹന്നാനെ കാണുക. സ്നാപക യോഹന്നാനും അതേ സന്ദേശം നമുക്ക് തരുവാണ്. കർത്താവിന് വഴിയൊരുക്കുക, അവനിതാ കടന്നു വരുന്നു, ദൈവരാജ്യം കടന്നു വരുന്നു. ആ കർത്താവിന്, ആ രക്ഷകന് വഴിയൊരുക്കുക. ഒരു വിധത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് എല്ലാ തരത്തിലും മുന്നോടിയായി കടന്നു വന്നവനാണ്. ഈശോ ഗർഭം ധരിക്കപ്പെടും മുമ്പ് സ്നാപക യോഹന്നാൻ ഗർഭം ധരിക്കപ്പെട്ടു. ഈശോ ജനിക്കും മുമ്പ് സ്നാപക യോഹന്നാൻ ജനിച്ചു. ഈശോ പരസ്യജീവിതം ആരംഭിക്കും മുമ്പ് സ്നാപക യോഹന്നാൻ പരസ്യജീവിതം ആരംഭിച്ചു. ഈശോ കൊല്ലപ്പെടും മുമ്പ്, അല്ലെങ്കിൽ മരിക്കും മുമ്പ് ആ സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുകയും ചെയ്തു. ആ
ആ രീതിയിൽ എല്ലാ തരത്തിലും തൻ്റെ ജീവിതം കൊണ്ട് മാത്രമല്ല തൻ്റെ സന്ദേശം കൊണ്ടും കർത്താവിന് വഴിയൊരുക്കിയവനാണ് സ്നാപയോഹന്നാൻ. വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു: നിങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ആ രക്ഷകനെ കണ്ടുമുട്ടണം. സ്നാപയോഹന്നാൻ മനുഷ്യവർഗത്തെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ഇതാണ്: അവരെ രക്ഷകനിൽ നിന്ന് മനുഷ്യനെ മറച്ചു വച്ചിരിക്കുന്നു. രക്ഷകൻ്റെ വരവിനെ തടസ്സമായി നിലകൊള്ളുന്നത് മനുഷ്യൻ്റെ പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞു. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കാത്ത വണ്ണം ദൈവത്തിൻ്റെ കാത് അടഞ്ഞു പോയിട്ടില്ല, നിങ്ങളെ സഹായിക്കാൻ സാധിക്കാത്ത വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നേരെ മറിച്ച് നിങ്ങളുടെ പാപം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ആ സന്ദേശം ഏറ്റുകൊണ്ടാണ് സ്നാപയോഹന്നാൻ ഈ മാനസാന്തരത്തിൻ്റെ ആഹ്വാനം നമുക്ക് ഏകിയത്. നമ്മൾ ഓരോ കുർബാനയും അനുഷ്ഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുർബാനയുടെ തുടക്കത്തിലെ തന്നെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നത് ഈ കർത്താവിന് വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപയോഹന്നാൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ്. കാരണം ദിവ്യ കുർബാനയിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുക. ആ കുർബാന സ്വീകരിക്കും മുമ്പ് കർത്താവിനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് സ്നാപയോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തിയത്, തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുമ്പോൾ ആഗമനകാലത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട, നമ്മൾ അനുകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധ സ്നാപക യോഹന്നാൻ. നമ്മൾ ഇന്നത്തെ സങ്കീർത്തനം 126 സങ്കീർത്തനമാണ് പ്രിയപ്പെട്ടവരെ. ഈ ബാബലോൺ പ്രവാസത്തിലായിരുന്ന പ്രവാസികൾ, ഇസ്രയേൽ ജനം, അവർ തിരിച്ച് ആ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ പാടിയ പാട്ടാണ് ഈ 126 സങ്കീർത്തനം. പ്രവാചകന്മാരുടെ ചിന്താഗതി അനുസരിച്ച്, അല്ലെങ്കിൽ അവർ ഇസ്രയേൽക്കാരോട് പ്രവചിച്ചതനുസരിച്ച്, ഇസ്രയേൽക്കാരുടെ പാപം മൂലമാണ് അവർ എല്ലാം നഷ്ടപ്പെട്ട്, ദേവാലയവും ദേശവും രാജ്യത്വവും എല്ലാം നഷ്ടപ്പെട്ട് അന്യ നാട്ടിൽ കഴിയേണ്ടി വന്നത്. എന്നാൽ അവിടെ വെച്ച് അവർ പശ്ചാത്തപിച്ചു, അവർ ദൈവത്തെ ഓർത്തു, ജെറുസലേമിനെ ഓർത്തു. നമ്മൾ 137-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതാണ് അവിടെ കാണുക. അവർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചു. ആ പശ്ചാത്താപം മൂലം ദൈവം അവരെ വീണ്ടെടുക്കാൻ, അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ തിരുമനസ്സായി. ആ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ബാറുക്കിലൂടെ ലഭിച്ചത്. അങ്ങനെ അവർ തിരിച്ചു വരുമ്പോൾ അവർ പാടിയ വിജയഗീതിയാണ് ഈ 126 സങ്കീർത്തനം. അവരെ സ്വപ്നം കാണുന്നവരാക്കി മാറ്റി. ആ പ്രവാസത്തിൻ്റെ അന്ത്യത്തിലെ പ്രവചനങ്ങളൊക്കെ തന്നെ എന്നവിടെ പറയുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടും കിട്ടുന്ന വലിയ അനുഭവം. നമ്മൾ ഒരു വിധത്തിൽ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു സങ്കീർത്തനത്തിനെയാണ് ഈ 126 സങ്കീർത്തനം. ദൈവം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ എങ്ങനെയെല്ലാം അനുഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ആ സങ്കീർത്തനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ 2ാമത്തെ വായന വായിച്ചു കേട്ടത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഈ ഫിലിപ്പിയയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയവനാണ്. അവിടെ ഹൃദയത്തിലേക്ക് തൻ്റെ പ്രാർത്ഥന കൊണ്ടും തൻ്റെ പ്രവർത്തനം കൊണ്ടും തൻ്റെ സന്ദേശം കൊണ്ടും തൻ്റെ സ്നേഹം കൊണ്ടും ഇടം കണ്ടെത്തിയവനാണ് ഈ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. അങ്ങനെ ആ വഴി, അവരുടെ ഹൃദയങ്ങളിലേക്ക് വഴി തുറക്കപ്പെട്ടു. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ആ വരവിൽ എന്ത് സംഭവിക്കുന്നുള്ള 2 വാഗ്ദാനങ്ങൾ പൗലോസിലൂടെ അവിടെ ലഭിക്കുന്നുണ്ട്. തങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ കർത്താവിൻ്റെ വരവ് വരുമ്പോഴേക്കും അത് നന്നായിട്ട് പൂർത്തീകരിക്കട്ടെ എന്നുള്ള ആശംസ നമ്മൾ ഈ 2ാമത്തെ വായനയിൽ കാണുകയാണ്. ആ പൂർത്തീകരണത്തിൻ്റെ അനുഭവമാണല്ലോ ക്രിസ്മസിലൂടെയും നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപയോഹന്നാനെയാണ് കാണുന്നത്. സ്നാപയോഹന്നാൻ ഒരു വിധത്തിൽ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്ന് എവിടെ അദ്ദേഹം കടന്നു വന്നു എന്നുള്ള കാര്യമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ, നമുക്കറിയാമല്ലോ, ചരിത്രകാരനായ ലൂക്കാ സുവിശേഷകൻ ഒത്തിരി പഠനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാം കണ്ടെത്തിയത്. ആരൊക്കെ അന്ന് രാജ്യത്തെ ഭരിച്ചു, ആരൊക്കെ അന്ന് മത നേതാക്കളായിരുന്നു. അപ്പം അന്നത്തെ നേതൃത്വത്തെ അവതരിപ്പിച്ചിട്ടാണ് സ്നാപയോഹന്നാനെ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ
ലോകത്തിലെ കോലാഹലങ്ങളുടെ ഇടയിൽ മരുഭൂമിയിലാണ് ഈ സ്നാപയോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നത്. മരുഭൂമിയിൽ ഈ പ്രവാചകൻ്റെ, പഴയ നിയമത്തിലെ പ്രവാചകൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം ആയി കടന്നു വരികയാണ് സ്നാപയോഹന്നാൻ. എന്നിട്ട് അദ്ദേഹം തരുന്ന വലിയ ആഹ്വാനം ഇതാണ്: നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾ അനുദപിക്കുക. കാരണം പാപം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. കർത്താവ് കടന്നു വരുന്നതിൽ നിന്ന്, നിങ്ങൾക്ക് കർത്താവിലേക്ക് കടന്നു ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുകയാണ് നിങ്ങളുടെ പാപം. പാപം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ മറക്കുന്നതാണ്, ദൈവത്തെ മറുക്കുന്നതാണ്, ദൈവത്തെ മാറ്റിവെക്കുന്നതാണ് പാപം. ആ പാപാവസ്ഥയെ വെടിഞ്ഞ് അത് പാപം എന്നുള്ള രീതിയിൽ തെറ്റ് ഗ്രഹിച്ച് ആ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് ആ കർത്താവിനെ സ്വീകരിക്കാൻ, കർത്താവിലേക്ക് കടന്നു വരുവാൻ, കർത്താവിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമെന്ന് സ്നാപയോഹന്നാൻ ആഹ്വാനം തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആഗമനകാലത്തിലൂടെ മുന്നേറുമ്പോൾ കർത്താവിന് വേണ്ടി നമുക്ക് സജ്ജരാകാം. വേണ്ടവണ്ണം നമുക്ക് ആ കർത്താവിന് വേണ്ടി ഒന്ന് ഒരുങ്ങാം. ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു കുമ്പസാരം നടത്തുക. അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ കൂദാശയാണല്ലോ പ്രിയപ്പെട്ടവരെ കുമ്പസാരം എന്നത്. ആ കുമ്പസാരത്തിൽ നമ്മൾ നമ്മുടെ പാപത്തെ ഓർക്കുന്നു, ക്രമമായി ഓർക്കുന്നു, അവയെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുന്നു, മേലിൽ പാപം ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നമ്മുടെ പാപത്തെ ദൈവത്തിനങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു. കർത്താവ് ഏകുന്ന പാപമോചനം അനുഭവിച്ചുകൊണ്ട് പാപരഹിതമായ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് തയ്യാറാകുന്നു. ആ രീതിയിൽ നന്നായിട്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നമുക്ക് സജ്ജരാകാം. മാതാവ് എങ്ങനെ പാപരഹിതയായി, ഉത്ഭവം മുതലേ പാപരഹിതയായി ജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ ഒരുക്കിയോ, എങ്ങനെ ദൈവം ആ മാതാവിനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയോ, അതേപോലെ ദൈവത്താൽ ഒരുക്കപ്പെട്ട് മാതാവിനോട് ചേർന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതോടൊപ്പം മിസ്റ്റർ സ്നാപയോഹന്നാൻ്റെ ആഹ്വാനം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന നമ്മിലെ എല്ലാ പാപങ്ങളും, നമ്മിലെ എല്ലാ കോപങ്ങളും, നമ്മിലെ എല്ലാ ആസക്തികളും വെടിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ കർത്താവിന് വേണ്ടി സജ്ജരാകാം. നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി നമുക്ക് വൃത്തിയാക്കാം. കർത്താവിന് വേണ്ടി വേണ്ടത്ര ഒരുക്കങ്ങൾ നമുക്ക് നടത്താം. കർത്താവ് കടന്നു വരുമ്പോഴോ അവിടുത്തെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് കടന്നു വരട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ സഭയിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് കടന്നു വന്ന് തൻ്റെ സമാധാനം കൊണ്ട്, തൻ്റെ സ്നേഹം കൊണ്ട്, തൻ്റെ സന്തോഷം കൊണ്ട് നമ്മളെ നിറച്ച് രക്ഷയുടെ പാതയിലൂടെ നമ്മളെ മുന്നോട്ട് വഴി നടത്തട്ടെ. എല്ലാവർക്കും ഈ ആഗമനകാലത്തിലൂടെ മുന്നേറാനുള്ള കൃപ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമലോത്ഭവ മാതാവിൻ്റെ, വിമലഗിരി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ, ആ മാതാവിലൂടെ ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹങ്ങൾ ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.